നമ്മളിന്ന് വന്നിട്ടുള്ളത് ഫുഡിൻ്റെ വീഡിയോയുമായിട്ടല്ല, അനിയത്തിയും കുഞ്ഞിനെയും കാണാൻ പോകുന്ന ഒരു ചെറിയ ബ്ലോഗുമായിട്ടാണ്. അപ്പോൾ അനിയത്തി താമസിക്കുന്നത് പത്തനംതിട്ടയിലാണ്. അപ്പം ഞങ്ങൾ 4 പേരായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഇക്ക ഞങ്ങളെ കൂടെ പത്തനംതിട്ട വന്നിട്ടുണ്ടായിരുന്നില്ല. കാര്യം അന്നേ ദിവസം ഇക്കാക്ക് പ്രവാസിയുടെ ഒരു സ്വീകരണം ഉള്ളത് കാരണം ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇറക്കിയിട്ടാണ് പോയത്. അത് മാത്രമല്ല, ഞങ്ങൾ പോകുന്ന വഴിക്ക് മോൻ്റെ സൈറ്റിലും കൂടെ കയറിയിട്ടാണ് പോയത്. രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് മക്കൾ രണ്ടുപേരും ഫുഡ് കഴിക്കാതെയാണ് ഇറങ്ങിയത്. അപ്പോൾ വഴിക്കുന്നു ഒരു ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഷോട്ട് കൂടെ ഞാൻ എടുത്തതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അനിയനും ഫാമിലിയും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തിരി കഴിഞ്ഞ് അവരങ്ങ് ഇറങ്ങുകയും ചെയ്ത്. കാര്യം കുഞ്ഞുവാവയെ കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി, പ്രത്യേകിച്ച് ഹസീന മോക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ താരം. ഒത്തിരി സന്തോഷമായി. ഇപ്പോൾ മോള് ഉറക്കത്തിലാണ്, എന്നാലും ശബ്ദം കേട്ടപ്പോൾ ചെറുതായിട്ടൊന്ന് ഉണർന്ന് നോക്കുന്നുണ്ട്. പകലും ഉറങ്ങിയാലല്ലേ രാത്രി കരയാൻ പറ്റൂ, അതാണല്ലോ സാധാരണ കുഞ്ഞുങ്ങളുടെ പരിപാടി. അങ്ങനെ കുഞ്ഞുവാവയും കണ്ട് മോക്കുള്ള ഗിഫ്റ്റ് എല്ലാം കൊടുത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. മോളങ്ങനെ ഉണർന്നിട്ടുണ്ട്. അപ്പോൾ മോളയിൽ കുറച്ച് നേരം കാര്യമെല്ലാം പറഞ്ഞ്, സത്യം പറയാമെങ്കിൽ കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് സമയം പോണതേ അറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഫുഡെല്ലാം കഴിച്ചായിരുന്നു, പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അനിയൻ്റെ ഭാര്യയും മക്കളും എല്ലാം പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അനിയന് 2 പെൺകുട്ടികളാണ്. അപ്പോൾ അവരുടെ വീഡിയോ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അനിയത്തിയുടെ മൂത്ത മോളും സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. അപ്പം ആ മോളും കൂടെ വന്നതിന് ശേഷം പോകാമെന്നും പറഞ്ഞാണ് ഇവർ വെയിറ്റ് ചെയ്ത് നിന്നത്. അപ്പോൾ കൊച്ചുങ്ങളല്ലേ, അവർ പിന്നെ രാവിലെ കണ്ടിട്ട് പോയിട്ട് വൈകിട്ട് വരുമ്പോൾ ഇല്ലെങ്കിൽ ഭയങ്കര വിഷമമാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കണ്ട് തമ്മിൽ സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തിട്ടാണ് അവർ പോയത്. കടിയും നീ അഞ്ചല് ഇറങ്ങി വിളിക്കണം കേട്ടോ. അവിടെ ഞങ്ങൾ അവിടെ കൊണ്ടാക്കിയതിന് ശേഷം ഫുഡെല്ലാം കഴിച്ചിട്ട് മോൻ സൈറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനും ഹസീന മോളും കൂടെ കുഞ്ഞിൻ്റെ അടുത്ത് കിടന്ന് കുറേ നേരം സംസാരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്ത്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചായയും കടിയൊക്കെ കഴിച്ചായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നിഹാൽ മോൻ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അനിയനുമായിട്ട് കുറച്ച് നേരം സംസാരിച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം എത്രയെല്ലാം പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചായിരുന്നു. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.